മതം എന്ന് പറഞ്ഞ സാധനം മുഴുവൻ പൊട്ടത്തരമാണെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത സമൂഹം ജീവിക്കുമ്പം അവിടെയൊക്കെ നിങ്ങൾക്ക് അധ്യാപകരാന്ന് പറഞ്ഞ് ജീവിക്കാൻ നാണമില്ലേ? നിങ്ങൾ എന്താണ് അവരെ പഠിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടത്? മതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കിയതല്ല ഈ മനുഷ്യരാണെന്ന് ഓർക്കണം. അത് നമ്മുടെ അത്രയും പോലും ബുദ്ധി ഉറക്കാത്ത മനുഷ്യരായിരുന്നു ഇതെല്ലാം. 1500 കൊല്ലം മുമ്പ് വേണ്ടല്ലോ, ഒരു 75 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യന്റെ ഈ ശാസ്ത്രബോധം എത്ര ഉണ്ടെന്ന് ചിന്തിച്ച് ചോദിക്കേ ഇല്ലേ? യുക്തിബോധം എത്ര ഉണ്ടായിരുന്നു? അന്ധവിശ്വാസങ്ങൾ അവർ ചിന്തിച്ചിരുന്ന അന്ധവിശ്വാസങ്ങൾ എന്താ? ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. പണ്ട് 75 കൊല്ലം മുമ്പ് ഇങ്ങാര് പറയുന്നതെന്ന് വെച്ചാൽ മനുഷ്യന്മാരെല്ലാം പൊട്ടന്മാരായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 75 കൊല്ലം മുമ്പ് നിങ്ങൾ വായി നോക്കി നടന്നപ്പോൾ ഈ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ലേ? മനുഷ്യർ പണ്ടുള്ളവർ ഉണ്ടാക്കി വെച്ചത് 1500 വർഷം മുമ്പ് ഉണ്ടാക്കി വെച്ചത് അതൊക്കെ. അപ്പോൾ ഇവരെല്ലാം പൊട്ടന്മാരും വിവരമില്ലാത്തവരും ആയിരുന്നിട്ടാണോ ഇങ്ങനെ ഉണ്ടാക്കിയത്? നമ്മൾ മതങ്ങളും ഉണ്ടാക്കി പല രീതിയിൽ വിശ്വസിക്കുന്നതേ ഉള്ളൂ. ദൈവമല്ല ഒരാളാണ്. ഈ ലോകം കണ്ടുപിടിച്ചത് ആരാണ്? ഭൂമി കണ്ടുപിടിച്ചത് മനുഷ്യനാണ്. അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സാ, ഗാലക്സിയാ, ഇതൊക്കെ എന്തുവാ? ഇയാൾ പരന്ന ഭൂമിയാണെന്ന് വിചാരിക്കുന്ന പൊട്ടനാന്ന് തോന്നുന്നു. ഭൂമി പരന്നതാണെന്നാണ് ഇയാൾ വിചാരിക്കുന്നത്. പൊട്ടിമുളച്ചതാണോ മനുഷ്യർ? ഇതെല്ലാം സൃഷ്ടിച്ചതാരാണ്? ദൈവം ഒന്നേ ഉള്ളൂ. അത് പല രീതിയിൽ പല സ്ഥലത്ത് പലതായി നമ്മളല്ലേ തമ്മിൽ തല്ലിച്ചാവും. പിന്നെ ദൈവം നമ്മൾ വിളിച്ച ഉടനെ കേൾക്കാനെ കൊണ്ട് ദൈവത്തിന് നമുക്ക് ഒരാടെ ഒരു തലയിൽ ഇന്ന ഒരു ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നവൻ ഇത്ര ദിവസം അവൻ ഇങ്ങനാവും ഇവൻ ഇങ്ങനാവും. അങ്ങനെയാണ് നമ്മൾ സഹായിച്ചും എടുത്തും ഒക്കെ വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ ഇയാൾ കിട്ടുന്ന കാശ് മൊത്തം പോക്കറ്റിൽ വെച്ച് നടക്കുന്ന പോലല്ല. പിന്നെ എന്താണെന്ന് പറയാന്ന് വെച്ചാൽ നമ്മളെല്ലാവരും സഹായിക്കാം. മതം എന്ന് പറയുമ്പം ഒരു ആവശ്യത്തിനാകാം. ഈ അധികമായിട്ട് സാറന്മാരും ഇവന്മാരും കുത്തിക്കയറ്റി പിള്ളേരെ അടിയുണ്ടാക്കാതെ മാത്രം ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. മതം സാധനങ്ങളൊന്നും ഇല്ലയെന്ന് വെച്ചു പോകും. അപ്പം ഒരു കാര്യം ചെയ്യും, നമ്മൾക്കൊന്നും ഇതൊരു വിഷയമല്ലല്ലോ. തൻ്റെ മോളെ എനിക്ക് കെട്ടിച്ചതാണ്. നമുക്ക് മതം, ഞാനൊരു മതം, നിങ്ങൾ വേറൊരു മതം. മതവിശ്വാസം ഇല്ലല്ലോ. അപ്പോൾ പിന്നെ തൻ്റെ മോളെ എനിക്ക് കെട്ടിച്ച് തരുമ്പോൾ നോക്കട്ടെ.